ഞാൻ ക്രൗൺ പ്ലാസയില്. ക്രൗൺ പ്ലാസ. എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. ഹലോ, എന്തേ ഞാനേ നിങ്ങളോട് ക്രൗൺ പ്ലാസ എന്താ പരിപാടി വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല. ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞു, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ, ആ പരിപാടി അങ്ങനെയൊന്നുമല്ല. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. നിങ്ങളോട് ചോദിച്ചു എന്താ ഇന്ന് പരിപാടി? ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരും. ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യം അതാണ്. അല്ല, ഹസ്ബൻഡ് വന്നു പോട്ടല്ല. യു ജസ്റ്റ് പിഷു, ഐ വോണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ. ശരി, ഓക്കെ. പിന്നെ എവിടുന്നാണ് ഈ BJPന്റെ ഒരു ഇത്? സത്യം പറഞ്ഞ ആദ്യമായിട്ട് നിങ്ങൾ എന്നോട് ആ ദിവസം നമ്മളുടെ എന്താ തിരുവല്ല പ്രോഗ്രാമിൽ പറഞ്ഞപ്പോ ഓർമ്മല്ലേ നിങ്ങൾ പറഞ്ഞത്? അന്ന് ഞാൻ പറഞ്ഞതാണ്, പിഷു ഞാൻ BJP ഒന്നും അല്ല. ഇത് എവിടുന്നാണ് ഈ BJP വന്ന്? ഇപ്പൊ ഞാൻ പറയാ, കോൺഗ്രസിലെങ്കിൽ എന്നെ മിനിസ്റ്റർ ബാബുരാജിനോട് ഞാൻ ചോദിച്ചത്, ഞാൻ ബാബുരാജിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അവര് BJPക്ക് ആളെ കൊടുക്കുന്നു എന്ന് പറഞ്ഞത്? ഇപ്പൊ ബാബുരാജ് എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു, എന്റെ വീഡിയോ അയച്ചുതരാം. അങ്ങനെ ആരോപണമുണ്ടല്ലോ ആണ് ഞാൻ പറഞ്ഞത്. ഞാൻ 1 കോടി എടുത്തിട്ടുണ്ട് കാൻഡിഡേറ്റ്സ് കൊടുക്കാൻ വേണ്ടി എന്ന് നിങ്ങൾക്കെതിരെ ആരോപണം ഉണ്ടെന്ന് പുള്ളി പറയുന്നത്. ആരോപണം പറഞ്ഞാൽ എന്ത് പറഞ്ഞ? അങ്ങനത്തെ ഒരു കാര്യം പറയണെങ്കിൽ പൊതുവേദിയിൽ അങ്ങനെ പറയണമെങ്കിൽ അത് പ്രൂഫ് ഇല്ലാതെ ഞാൻ അതാ പറഞ്ഞ, ഐ വിൽ സീ യു ഇൻ ദ കോർട്ട്. ഞാൻ പറഞ്ഞ അന്ന് ഞാൻ ജനറൽ ബോഡി ആരോപണം പറയാൻ പ്രൂഫ് വേണ്ട. നമ്മുടെ ലോയിൽ ആരോപണം പറയാൻ പ്രൂഫ് വേണ്ട. നോ. പക്ഷെ ആള് എന്നെ പേഴ്സണലി പറയണതും പൊതുവേദിയിലും പറയണതും, പൊതുവേദിയിൽ പറയാനും പ്രൂഫ് വേണ്ട. ഓക്കെ, ഫൈൻ. അല്ലെങ്കിൽ ഇപ്പോ വിഴിഞ്ഞം തുറമുഖത്തിൽ ഉമ്മൻചാണ്ടിക്ക് 6000 കോടിയുടെ അഴിമതി ഉണ്ട് എന്ന് പിണറായി വിജയൻ പറഞ്ഞു. പൊതുവായിട്ട് പത്രസമ്മേളനം വിളിച്ച് പറയാണ്, ഇതൊരു ആരോപണമാണ്. ആരോപണത്തിന് പ്രൂഫ് വേണ്ട. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് ഉമ്മൻചാണ്ടി 6000 കോടി പറ്റിച്ചു, മറ്റേത് നമ്മൾ എന്ത് സാധനം ചെയ്താലും അവര് മുഴുവൻ അഴിമതിയാണ്. പൊളിറ്റിക്സിൽ അങ്ങനെ പറയുമല്ലോ. അപ്പൊ ആ നിയമം വെച്ചിട്ട് നമ്മൾക്ക് ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കാൻ പ്രൂഫ് വേണ്ട. ആരോപണം തെളിയിക്കാനാണ് പ്രൂഫ് വേണ്ടത്. നിങ്ങൾ തെളിയിച്ചോ, ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ തെളിയിച്ചോളൂ. അല്ല, അത് ഞാൻ പറഞ്ഞു, ഐ സി യു ഇൻ ദ കോർട്ട്. അതന്നെ ഞാൻ പറഞ്ഞു, തെളിയിച്ചോട്ടെ, ആള് തെളിയിക്കട്ടെ. അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ബാബുരാജന്റെ വാദം, ബാബുരാജനോട് പറഞ്ഞു എനിക്കെതിരെ ഒന്നുമില്ല, ഞാൻ ആരോപണം പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞ് മൂപ്പര് ടിനി ടോമിനോട് പറഞ്ഞു, ഇത് ശ്വേത മേനനല്ല നമ്മളുടെ ഉന്നമായിരുന്നത്, നമ്മളുടെ ഉന്നമായിരുന്നു കുക്കു. എവിടെങ്കിലും കുക്കു എന്ന വ്യക്തിനെ ഇവരാരെങ്കിലും, ഐ ഡൗട്ട് ആൻഡ് ഐ seriously believe that she was part of the crime to sabotage our committee. അത് ഞാനല്ല, ജോയേട്ടനോട് ചോദിച്ചോളൂ, നമ്മളുടെ കമ്മിറ്റി മെമ്പേഴ്സിനോട് തന്നെ ചോദിച്ചോളൂ. ടുഡേ ഐ ആം ടെലിംഗ്, ഞാൻ വിചാരിച്ച പോലെ ഒന്നും പെർഫോം ചെയ്യാത്ത ഒരാളാണ്. അല്ല, അത് പെർഫോമൻസ് അല്ല ഞാൻ പറഞ്ഞു. ഞാൻ ഒരു കാര്യത്തിലും പുള്ളി ഇടപെട്ടില്ല സാർ. അയാൾ എല്ലാ കാര്യത്തിലും എപ്പോഴും പറയുന്ന ധീരനായ ഒരാളാണെന്ന് ഞാൻ വിചാരിച്ചു. അല്ല, ആ ദിവസം സ്റ്റേജിൽ പറഞ്ഞല്ലോ, നമ്മുടെ ട്രഷറർ അബ്സ്കോണ്ടർ, നമ്മുടെ ജനറൽ ബോഡി വീഡിയോസ് എങ്ങനത്തെ വാക്കുകൾ പറഞ്ഞു എന്ന്. ഒരു സ്ത്രീ തനിച്ചൊരു സ്റ്റേജിൽ 6-7 മണിക്കൂർ ഈ മറ്റേ നമ്മളെ അശ്ലീല വാക്കുകൾ ബാബുരാജ്, ഇടവേള ബാബുവും സിദ്ദിഖയും മറ്റേ സുരേഷ് കൃഷ്ണയും മറ്റേ സാദിക്ക, പിന്നെ ഞാൻ പറഞ്ഞുതരാം അപ്പാ ഹാജ, പിന്നെ മജീദ് ക, പിന്നെ ആരാണ് മാല പാർവതി, മായ വിശ്വനാഥ്, എല്ലാരും പറയണ കാര്യങ്ങളെല്ലാം അത്ര ക്ലിയർ ആയ ഓഡിയോസും വീഡിയോസും ഉണ്ട് എന്റെ അടുത്ത്. അവർ എന്തു പറയും എന്നറിയാമോ? നിങ്ങൾ ആദ്യം പറയോ, ഞങ്ങൾക്ക് കണക്ക് അവതരിപ്പിച്ചില്ല, ഞങ്ങൾ
സ്റ്റാർട്ടിങ് അല്ലല്ല മീറ്റിംഗ് തുടങ്ങണേന് മുമ്പ് തന്നെ ബാബു രാജേട്ടൻ തുടങ്ങി. മീറ്റിംഗ് തുടങ്ങണേന് മുമ്പേ അതൊന്ന് ഞാൻ പറഞ്ഞു ഹലോ നമസ്കാരം എന്ന് പറഞ്ഞപ്പോ അതൊക്കെ ഒന്നുമില്ല, ഇത് ആവശ്യമായത് നമുക്ക് ഇതിനൊന്നും നമ്മള് ജനറൽ ബോഡി അംഗീകരിക്കൂല. ആദ്യം തന്നെ തുടങ്ങി. പിന്നെ ബാബു രാജേട്ടന്റെ ഓരോ വാക്കുകള്, സിദ്ദിഖാന്റെ ഓരോരോ വാക്കുകള്, വിഷു വേറെ ഏത് സ്ത്രീ ആണെങ്കിലും മനസ്സിലായോ അത്ര നേരം നിൽക്കൂല. എനിക്ക് തൊലിക്കട്ടിയൊന്നുമില്ല, പക്ഷെ ഞാൻ എന്റെ കമ്മിറ്റീന് വേണ്ടിയിട്ട് അവിടെ നിന്നത്. അമ്മ അസോസിയേഷൻ എന്ന് നമ്മളല്ലേ കുറച്ച് ആൾക്കാർ, ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ്. എത്ര മെമ്പേഴ്സ് എന്നെ വിളിച്ചു അറിയോ? ഞാൻ ഈ ടിനിക്ക് വേണ്ടി അൻസിബയോടും ടിനിയുടെ വക്കീലിനോടും ടിനിയോടും സംസാരിച്ച സമയമുണ്ടായിരുന്നെങ്കിൽ എന്റെ ജീവിതം നന്നായേനെ. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. അൻസിബയും ടിനിയും തമ്മിലുള്ള വഴക്കിൽ ബാക്കി എല്ലാ കേസും അൻസിബ ഫൈറ്റ് ഇല്ല കേസ്. എന്നിട്ട് ഈ ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞു എന്നൊരൊറ്റ കാര്യം കൊണ്ട് അൻസിബ ഫയൽ ചെയ്തില്ല. അവസാനം നാളെ കോടതിയിൽ ഹാജരാകണമെന്നുള്ള ദിവസമായി വക്കീല്. കേൾക്കുന്നുണ്ടോ? അങ്ങനെ വക്കീലിന്റെ ദിവസം ഞാൻ അൻസിബയുടെ വക്കീലിനെ വിളിച്ചു. പറഞ്ഞോന്നറിയില്ല. അൻസിബയുടെ വക്കീലിനെ വിളിച്ച് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതൊരു ഓവർ ഹിയറിംഗ് കേസാണല്ലോ, നാളെ ഒരു 4 കൊല്ലം കഴിഞ്ഞിട്ട് ടിനി ടോം ഇങ്ങനെ ടിനി ടോമിനെതിരെ തെളിവില്ല എന്നും പറഞ്ഞ് ഈ ടിനി ടോമിനെ വെറുതെ വിട്ടാൽ അന്ന് ഈ അൻസിബ 4 കൂലിന്ന് ചോദിച്ചു. ഇയാളൊറ്റ ഷൗട്ട് ചെയ്തു, നിങ്ങൾ 4 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ഈ കേസ് തോറ്റു പോകുമ്പോൾ നിങ്ങൾ എന്ത് ന്യായം വെച്ചാൽ ഐ ഹാവ് ദ പ്രൂഫ്, നിങ്ങൾക്ക് എന്ത് ലോ അറിയാം, അങ്ങനെ ഇങ്ങനെ ഞാൻ കുറെ നേരം ഉണ്ടായിരുന്നിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഒരു കോർട്ടിലെ കേസ് എന്നുള്ള നിലയിൽ 1% ചാൻസ് ഉണ്ടാക്കി തരാൻ പറ്റുമല്ലേ നോക്കാൻ? അതുണ്ട്. ഞാൻ പറഞ്ഞു മതി, ആ 1% സംഭവിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ടിനിയുടെ വക്കീലിനെ വിളിച്ചു. ടിനി എന്നോട് ഒത്തുതീർപ്പാക്കണം എന്ന് കരഞ്ഞ് ടിനിയുടെ ഭാര്യ വിളിച്ച് കരഞ്ഞിട്ടാണ് ഞാൻ ടിനിയുടെ വക്കീലിനെ വിളിക്കുന്നത്. ടിനി കോൺകോളിലാണ്. ടിനിയുടെ വക്കീലിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അൻസിബയുടെ വക്കീലിനോട് ഞാൻ സംസാരിച്ചു, ഇവർ ഒത്തുതീർപ്പാക്കാൻ റെഡിയാണ് പറഞ്ഞപ്പോ ടിനിയുടെ വക്കീൽ പറഞ്ഞു, അൻസിബ ഈ മേലാൽ എവിടെയും ടിനി ടോമിനെ പറ്റി ഞാൻ അനാവശ്യം പറയില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണമെന്ന്. നടക്കുന്ന കാര്യമാണേ. അൻസിബ ടിനി മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അൻസിബയോട് പറഞ്ഞു, ടിനി മാപ്പ് പറയില്ല, പറഞ്ഞ അവൻ ചെയ്തു എന്നായി പോകും. ഇത് അറിയാണ്ട് എനിക്ക്, കാരണം ടിനി പബ്ലിക്കായിട്ട് മാപ്പ് പറയണമെന്ന് എന്നോട് അൻസിബ പറഞ്ഞപ്പോ ഞാൻ അൻസിബയോട് പറഞ്ഞു, അൻസിബ അങ്ങനെ പറയരുത്, അങ്ങനെ പറഞ്ഞാൽ അവൻ ചെയ്തു എന്നർത്ഥം. അങ്ങനെ ചെയ്തു എന്നാണെങ്കിൽ പിന്നെ അൻസിബയ്ക്ക് കേസില്ലെങ്കിൽ പോലും ഈ സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്താൻ നോക്കിയെന്നും പറഞ്ഞ് ആർക്കും വേണേ കേസെടുക്കാൻ പറ്റും ഇതിനെതിരെ, സ്വമേധയാ കേസെടുക്കാം. അപ്പൊ അതുകൊണ്ട് അവൻ അത് പറയില്ല എന്ന് ഞാൻ പറഞ്ഞ ഈ കഥ ടിനിക്കറിയാം. ഈ കഥ അറിയാവുന്ന ടിനി ടോം ഇത്രയും ഒത്തുതീർപ്പാക്കണം എന്ന് പറഞ്ഞ ടിനി ടോമിന്റെ വക്കീൽ പറയാം, അൻസിബ ഒരു പേപ്പറിൽ എഴുതി കൊടുക്കണം, ഇത് ഞാൻ അൻസിബയോട് പറഞ്ഞിട്ട് പറഞ്ഞു ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞ അൻസിബ പറഞ്ഞു, അങ്ങനെ കാര്യം ചെയ്യൂ ചേട്ടാ, മമ്മൂട്ടിയുടെയോ മോഹൻലാലിന്റെയോ അമ്മയുടെ സാന്നിധ്യത്തിൽ, അതുപോലെ എനിക്ക് വിശ്വാസമുള്ള ഒരാളുടെ സാന്നിധ്യത്തിൽ അമ്മയുടെ ഓഫീസിൽ വെച്ച് നമുക്കിത് ചെയ്തു തീർക്കാം, ഒത്തുതീർപ്പാക്കാന്ന് പറഞ്ഞു. അൻസിബ പറഞ്ഞു ഒത്തുതീർപ്പാക്കാം. ഞാൻ നോക്കുമ്പോ മോഹൻലാൽ ജർമ്മനിയിൽ ചെന്നൈയിലുമാണ്. 2 ദിവസം ആകാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് മിനിഞ്ഞാന്ന് വീണ്ടും ടൈമായി. കോടതി വിളിക്കുമല്ലോ ദിവസങ്ങളിൽ, ഫയൽ ചെയ്തിട്ടേക്കുമല്ലേ. അൻസിബ ഇന്നലെ കൊണ്ടുപോയി അതും കൂടെ കേസാക്കി. ടിനി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതെന്താ നിങ്ങൾ അന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി? ഞാൻ പറഞ്ഞു, ടിനിച്ചേട്ടാ അന്ന് ഞാനത് എങ്ങനെയെങ്കിലും തീർക്കാൻ പോകുമ്പോ നിങ്ങളുടെ വക്കീലാണോ പറഞ്ഞ അൻസിബ എഴുതി ഒപ്പിട്ട് തന്നെ ഒന്ന് എവിടെയെങ്കിലും കൊണ്ടൊരു പേപ്പറിൽ ഞങ്ങൾക്ക് രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയില്ല എന്ന് ഒപ്പിടുന്നതിന് പകരം ഈ വക്കീലന്മാർക്ക് സെലിബ്രിറ്റി കേസ് കിട്ടിയാൽ അവര് വിടില്ല, ആഘോഷിക്കും. ഇത് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു മാന്യത കൊണ്ടും സന്തോഷം കൊണ്ടും നിങ്ങൾ ടിനിയെ പബ്ലിക്കായിട്ട് സപ്പോർട്ട് ചെയ്ത ആളാണ് നിങ്ങള് എപ്പോ? ഇല്ല. അപ്പൊ ഇത് നീന കുറുപ്പ് ഇറക്കിയ ഒരു നീന കുറുപ്പ് ഇറക്കിയതാ. ഒരു കാരണവശാലും ഞാൻ ടിനി ടോമിനെ എതിരായിട്ടോ സപ്പോർട്ട് ചെയ്തിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. ടിനി ടോം എന്റെ വിഷയമേ അല്ല. അപ്പൊ എനിക്ക് കണ്ടല്ലോ അല്ല. അപ്പോ ഞാൻ പറയാം, ഞാനിത് ഒരു വശത്താണ് തീർത്തത്. ഞാനൊരു വശത്തുനിന്ന് ഷമീത്തിനെ വിളിച്ചു. ലക്ഷ്മിപ്രിയ ഇന്നലെ എന്നെ വിളിച്ചിട്ട് എന്ന് പറഞ്ഞ പെണ്ണിന്റെ കൂട്ടത്തിൽ ദുബായി പോയ കഥയും മറ്റേതും മറിച്ചതായിട്ട് ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കാൻ പോയി എന്നും പറഞ്ഞ് ലക്ഷ്മിപ്രിയ നിൽക്കുന്നു.
അൻസിബ സംസാരിക്കുന്നത്